ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഉള്ളിവടയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും, പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിവടയാണ്. പുറം നല്ല മുരുമുരാന്നിരിക്കുന്ന, അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവട. അപ്പോൾ ഈ ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 5 സവോള ഇതുപോലെ നീളത്തിനൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരുപാട് തിന്നായിട്ട് അരിയേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരുപാട് കനത്തിൽ അരിയേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസിൽ വേണം ഒന്ന് അരിഞ്ഞ് എടുക്കാനായിട്ട്. നമ്മൾ സവോള അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചേർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടത്തക്ക രീതിയിൽ നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കാം. നമ്മളിങ്ങനെ സവോള നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവോളയിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറി വരും. ഒന്നുകിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ നല്ലതുപോലെ തിരുമ്മി മാറ്റി വെക്കുന്നതെങ്കിൽ ഒരുപാട് വെള്ളം ഊറി ഇറങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സവോള പിന്നെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഉപ്പ് ചേർക്കാതെ തന്നെ തിരുമ്മി വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് സവോളയും തിരുമ്മി വെച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പെരിഞ്ജീരകമാണ് നമ്മുടെ ഈ ഒരു ഉള്ളിവടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാവാണ്. അപ്പം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ നമുക്ക് മൈദ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. ഏത് ചേർത്ത് കൊടുത്താലും ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് അളവിൽ കടലമാവും 1/4 കപ്പ് അളവിൽ മൈദയും കൂടെ ആയിട്ടൊന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു സവാളയുടെ നനവിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിന് വേണം ഒന്ന് ഇരിക്കാനായിട്ട്. മൈദ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിവടയ്ക്ക് ആ ഒരു ഉള്ളിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് സവാള എല്ലാം തന്നെ ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് ചേർത്തെടുക്കാൻ പറ്റണം. ആ ഒരു രീതിക്ക് ഒന്ന് മാത്രം നമുക്ക് മൈദ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കുറേശ്ശെയായിട്ടൊന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിവട വെന്ത് കിട്ടും. അതുപോലെ നമുക്ക് പുറം ഭാഗം ഒരുപാട് കരിഞ്ഞു പോകാതെ കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഉള്ളിവടയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുറം നല്ല മുരുമുരാന്നിരിക്കുന്ന ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ സമയത്ത് എന്തായാലും ചായയുടെ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.